ഹായ്, എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ ഇന്നലെ വൈകിട്ട് കണിയെല്ലാം ഒരുക്കിയൊക്കെ വെച്ച് രാവിലെ വിളക്ക് വെച്ച് തിരിയൊക്കെ ഇട്ടിട്ട് വിളക്ക് എത്തിക്കാതെ നോക്കുന്നത്. വണ്ടിൻ്റെ ശല്യമുണ്ട് ഇവിടെ. അവർ രാവിലെ എഴുന്നേറ്റ് ഇപ്പം സമയം 2 മണി. രാവിലെ എഴുന്നേറ്റ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. രാവിലെ എഴുന്നേറ്റ് കാലടിക്കുന്ന അടുത്ത് വിട്ടിട്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ച് സജീവനോട് നോക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ച് എല്ലാവരെയും വിളിച്ച് കണ്ണിയൊക്കെ കാണിച്ച് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റണില്ല. എന്നറിയില്ല. ഞാൻ എഴുന്നേറ്റ് നോക്കി, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ കാലെനിക്ക് നല്ല കുത്താൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ രാവിലെ എനിക്ക് ബാമൊക്കെ തേച്ച് തന്ന് രാവിലെ കണ്ണത്തിരിക്കാൻ പോകേണ്ടത്. രാവിലെ 15 റെഡിയായിരിക്കും. വെള്ളം ചൂട് പിടിച്ചിടാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കാം. നല്ല വേദനയുണ്ട് എനിക്കെൻ്റെ കാലിന്. എന്താ വീട്ടിൽ കിടന്നു പോകുമല്ലോ ഭഗവാനെ, എനിക്കറിയാൻ പറ്റില്ല. രാവിലെ അമ്പലത്തിൽ പോയി തൊഴണമെന്നൊക്കെ ആഗ്രഹിച്ചേർന്ന് വെളുപ്പിന് എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാമെന്നൊക്കെ ഓർത്ത്. ഇതൊക്കെ പിടിച്ചു, നാമൊക്കെ തേച്ചു. ചൂട് പിടിച്ച് ഇതിന് ചേർന്ന് എഴുന്നേറ്റ് നോക്കാം. എനിക്ക് എഴുന്നേക്കാൻ പറ്റുമോ പോകാൻ. എനിക്ക് അമ്പലത്തിലൊക്കെ പോകണം. നോക്കട്ടെ. അങ്ങനെ അതേ പാവം രാവിലെ ചൂടൊക്കെ പിടിച്ച് തരുവാണ്. ഞാൻ പോയി ഗൈസ്. ഗാന്ധിയായിട്ട് ഞാൻ അടിയെ പോയി. നടക്കത്തില്ല, ശക്കലം പോലും എനിക്ക്. കണ്ടോ, അടിപൊളി. വലത് കുറച്ച് രാവിലെ ഒരു ഇഞ്ചക്ഷൻ കുറേ ദിവസങ്ങളായി എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലും നിലത്തൂത്തും വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അടിപൊളി, ഭയങ്കര വേദന. എന്നിട്ട് സജീവണ്ണൻ രാവിലെ തിരിയൊക്കെ ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടാണ് പോയി കിടന്നത്. ഭഗവാൻ എല്ലാം ഒരുക്കിയൊക്കെ വെച്ചു, ചിരാതുമൊക്കെ വെച്ചു. പിന്നെ രാവിലെ എഴുന്നേറ്റ് എണ്ണ ഒഴിച്ച് കത്തിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ വൈകിട്ട് തന്നെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. കുഞ്ഞിന് നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്കങ്ങ് ഭയങ്കര വേദനയൊക്കെ വെച്ചായിരുന്നു. രാവിലെ ആകുമ്പോഴത്തേനും കുഴപ്പമില്ല. എന്നും അങ്ങനെയാണ്. വൈകിട്ടൊക്കെ ഭയങ്കര ഇതായിട്ട് വന്ന് കിടക്കും. രാവിലെ ഒരു കുഴപ്പമില്ലാതെ എഴുന്നേൽക്കും. അങ്ങനെ ആയിരിക്കും എന്നോർത്തു. പക്ഷേ ഇന്നലത്തെ തയ്യലും എല്ലാം കൂടി ആയപ്പോഴത്തേനും എനിക്കൊരിതായി. എന്തായാലും ഞാൻ കണിയൊക്കെ ഒരുക്കി. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്തേനെ. പിന്നെ രാവിലെ എഴുന്നേറ്റ് തിരി കത്തിച്ചാൽ മാത്രം മതില്ല. അത് തന്നെ ഒരു ഭാഗ്യം. എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ടാണല്ലോ. നല്ല അമ്പലത്തിൽ പോകണം. ഞാൻ വിളിച്ച് റെഡിയൊക്കെ ഏതാണ്ട് വിളക്കെല്ലാം കത്തിക്കട്ടെ കേട്ടോ. കുഞ്ഞുങ്ങളെ നല്ല വേദനയുണ്ട് എനിക്ക്. ജീവൻ പോയി നിന്നാണ് ഞാനീ പറയുന്നത്. എന്താണല്ലോ അമ്പലത്തിലൊന്ന് പോകാം. ചൂടൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി ആശ്വാസമുണ്ട് കേട്ടോ. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കാലെനിക്ക് പറിച്ച് വെക്കത്തില്ല. വിളക്കൊക്കെ കത്തിക്കട്ടെ. ഞാൻ വിളക്കത്തിക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ നിലവിളക്ക് മാത്രം കത്തിച്ചു. ബാക്കി ചിരാതൊക്കെ സജീവണ്ണം പറഞ്ഞിരുന്ന് വീണ്ടും റിസ്ക് എടുത്ത് കഴിയുമ്പം വേദന കൂടും, അതുകൊണ്ട് ഞാൻ കത്തിച്ചോളാമെന്ന് പറഞ്ഞിട്ട് സജീവണ്ണൻ മനസ്സാലെ അങ്ങനൊരു കാര്യം ഏറ്റെടുത്തു. ഇനി കുഞ്ഞുങ്ങളെ എല്ലാവരെയും വിളിച്ച് കണി കാണിക്കണം. കാരണം ഞാൻ അമ്പലത്തിൽ പോകേണ്ടപ്പം പിന്നെ ഞാൻ വരുമ്പോൾ താമസിച്ച് കഴിഞ്ഞാൽ അവരെഴുന്നേറ്റ് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഞാൻ ഇന്നലെ എന്തിലോ കണ്ടു 3:30 തൊട്ട് 4:30 വരെയാണ് കണി കാണുന്ന സമയമെന്ന്. അപ്പം അതിന് മുന്നേ ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവർ കണ്ണനെ തൊഴുതു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അതൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്തായാലും അതെ, രാവിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്നും ചെയ്തില്ലായിട്ട് രാവിലെ വിളക്ക് വെച്ചു, കുളിച്ചു. അമ്പലത്തിലോട്ട് പോകുന്നു. പൊതുവെ ഇന്ന് സജീവൻ്റെ അമ്പലത്തിൽ ഡ്യൂട്ടിയാണ്. രാവിലെ 4 മണിക്കല്ല, 4 മണി തൊട്ട് 2 ഡ്യൂട്ടി. അപ്പോൾ സജീവൻ രാവിലെ ഇന്ന്
അമ്പലത്തിൽ നിന്ന് കണ്ടൊരു മുണ്ടും ഒരു നേരിതും കൊടുത്തിട്ടുണ്ട്. ഇന്ന് മുണ്ടും നേരിതും ഇട്ടിട്ട് അമ്പലത്തിനകത്ത് ഡ്യൂട്ടിയിലാണ്. എനിക്ക് വയ്യാതെ വന്നപ്പോഴത്തേനും പോകാൻ പറ്റുമോ എന്ന് ആപ്പാടൊരിതായിരുന്നു. എന്താണേലും ഭഗവാൻ അനുഗ്രഹിച്ച് എൻ്റെ പോകണുണ്ട്. എനിക്ക് വേദന ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് നല്ല വേദനയാണ്. ഞാൻ പോയെന്ന് തൊഴിൽ ഭഗവാനെ പോയി തൊഴുതിട്ട് അങ്ങനെ ഞങ്ങൾ കണ്ണൻ്റെ അടുക്കൽ എൻ്റെ വരുന്നത് എല്ലാവരും വിളിച്ച് കണിയൊക്കെ കാണിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കണ്ണൻ്റെ അടുക്കൽ വന്നു. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. സമയം 3:45 ആയതേ ഉള്ളൂ. അടിപൊളി ഒരു സുന്ദരം കണ്ണനെ കണ്ട വലിയൊരു കണ്ണനെ നല്ല ഇതായിട്ട് അണിയിച്ചൊരുക്കി കണിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ വന്നു ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോന്നേ. സജുവിനെ കൊണ്ട് വിടാൻ പറ്റുമല്ലോ, ഒരു ഓട്ടോയ്ക്ക് ഞാനിങ്ങ് പോന്നു. ഞാൻ വന്നപ്പോഴത്തേനും ഒരു 4:45 മണിയൊക്കെ ആയപ്പോഴത്തേനും പെണ്ണ് കറിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു. പിന്നെ ഞാനും കൂടി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കറിയെല്ലാം ആക്കി അവിയൽ വെച്ചു, മോര് വെച്ചു, പരിപ്പ് കറി, സാമ്പാർ, പപ്പടം, തോരൻ അങ്ങനെ എല്ലാം വെച്ച് പിന്നെ പെണ്ണ് പപ്പടമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മോനെ അമ്മച്ചി കിടക്കുക, അമ്മച്ചി പോയി അവിടെ പല പ്രാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു അമ്മച്ചി പോയി കിടന്നോളാൻ പറഞ്ഞു. പിന്നെ അവൾ തന്നെ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരുക്കാനായിട്ടെന്ന് ഓർത്തിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി വെച്ചു. പിന്നെ ഞാൻ പോയി കുറച്ച് നേരം കിടന്നു. വന്നിട്ട് അവൾ ബാക്കി പാത്രങ്ങളും എല്ലാം കഴുകി പെറുക്കിയൊക്കെ വെച്ച് എല്ലാം പപ്പടമൊക്കെ കാച്ചി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് കിടന്ന് നല്ല വേദന കൊണ്ടിരിക്കുക. നല്ല വേദന എന്ന് പറഞ്ഞാൽ നല്ല വേദന. സജീവനം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയാ കുറവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല വേദനയുണ്ട്. വിഷു പക്ഷേ ഇതിൽ നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നോർത്തിൽ എനിക്ക് അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റുന്നു. എല്ലാവരും ഭാഗ്യത്തിന് അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റി. രാവിലെ തന്നെ നടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്നു അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റി. ഇവിടെ വന്ന് കുഞ്ഞിൻ്റെ കൂടെ ഞാൻ വന്നപ്പോഴത്തേനും അവൾ അത്യാവശ്യം എല്ലാം പച്ചക്കറികളൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിരുന്നു. പിന്നെ അത്യാവശ്യം അവിടെ കൂടെ കുറച്ച് കൂടാൻ പറ്റിയില്ല, അവിടെ തന്നെ പണിയുണ്ട്. അപ്പം അങ്ങനെ കൂടാൻ പറ്റി. വന്ന് നിപ്പങ്ങ് നിന്നേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിടന്നിട്ട് എനിക്ക് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാനൊക്കെ ഭയങ്കര പാടുണ്ട്. രാത്രിയിലൊക്കെ ഒരുപാട് താമസിക്കുക കിടന്നുകൊണ്ട് കണിയൊക്കെ ഒരിക്കലും കഴിഞ്ഞിട്ടല്ലേ കിടന്നത്. പിന്നെ ഇവർക്ക് 2 മണിക്ക് പോകാൻ എഴുന്നേക്കേണ്ടതുകൊണ്ട് ഉറങ്ങിയില്ല. അങ്ങനെ കിടന്ന് ഞാനൊന്ന് മയങ്ങി. അന്നേരത്തിനും പെണ്ണെല്ലാം കറികളൊക്കെ വിളമ്പി കൊണ്ടുവന്ന് മേശപ്പുറത്തൊക്കെ വെച്ചു. എല്ലാവരും വന്നു. ചോറിനാൻ ഞങ്ങൾ റെഡിയായി. കൊടുക്കരി ഒരെണ്ണം കൊടുക്കൊരെണ്ണം എനിക്ക് വേണ്ടല്ലോ. ഉപ്പേരി എടുത്ത് കൊടുക്കുക. ഉപ്പേരി ഇല്ലല്ലോ. ഇന്ന് ചക്ക ഉപ്പേരി തട്ടെ. ചക്ക ഉപ്പേരി കൊടുക്കാവോ? കുഞ്ഞ് വിളമ്പി കൊടുക്കാവോ ചക്ക ഉപ്പേരി? പരിപ്പ് കറി കഴിക്കണം. അത് പരിപ്പ് വേണ്ടായിരുന്നു ആദ്യം കൊടുക്കേണ്ടത്. ഹായ് ഗൈസ്, എനിക്ക് നിലത്തിരിക്കാൻ മേലെ ഞാൻ രാവിലെ തൊട്ട് എനിക്ക് വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് നിലത്തിരിക്കാൻ മേലാത്തത് കൊണ്ട് വാടാ മകനെ താരം പാടാം. താരം ആടാ ലൈവിലിച്ച് ചോറ് വിളമ്പി പറഞ്ഞാ. ഇന്നിവിടെ പ്ലേറ്റ് തരികയല്ല. ഒരു പ്ലേറ്റ് എടുത്താൽ കൈ വെട്ടുകയാണ്. ഇവിടെ തിരിയടാ അവൾ വേണ്ട. അതെ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറ് പോണേ. ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പം ഞങ്ങളുടെ വിഷു അത് തന്നെ കഴിച്ചു. ഞാൻ ഈ വർഷമേ ഉള്ളൂ. കുഞ്ഞൊരു സദ്യ ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നാലും ഞാൻ ആസ്വദിച്ചു. പായസം ഉണ്ട് കേട്ടോ, നല്ല സേമിയ പായസം. വെണ്ണി വെച്ച് നല്ല സേമിയ പായസം. തമ്പുരാൻ താമസിച്ചത്. തമ്പുരാൻ കറക്റ്റ് സമയത്തൊക്കെ വരുള്ളൂ ഇല്ലടാ. തമ്പുരാൻ കറക്റ്റ് സമയം. എന്നാ ഒരു അമ്മായി ഉള്ളത്, ഒരു കൈനീട്ടം. അമ്മായി ഇതേണ്ട വിഷു കൈനീട്ടം.
എന്നൊക്കെ പറഞ്ഞ് തരണ്ടേ. പ്രായം കൂടിയവർക്ക് പൈസ തരുമായിരുന്നു. അപ്പം ഞങ്ങളുടെ വിശ്വാഘോഷമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകും കേട്ടോ. കാരണം നല്ല വേദനയുണ്ട്. ഇപ്പം നടന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു 3-4 സ്റ്റെപ്പൊക്കെ നടന്നു കഴിയുമ്പോൾ കുഴപ്പമില്ല. വീണ്ടും എനിക്ക് കിടന്നിട്ട് എഴുന്നേക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങൾ ആശുപത്രിയിലോട്ട്. അങ്ങനെ ഞാൻ ആശുപത്രി വന്നു. ഇഞ്ചക്ഷനൊക്കെ എടുക്കാനായിട്ട് തന്നെ ഇവിടെ കാശ് വേണം. ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് തന്നെ ഇവിടെ പിടിച്ച് കിടത്തി. ഭയങ്കര വേദന. അതിന് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു, മരുന്നൊക്കെ തന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ പിള്ളേർ ഇച്ചിരി കമ്പിത്തിരി കുരപ്പും ഒക്കെ മേടിച്ച് വിഷുവിൻ്റെ ഒരു ചെറിയ ആഘോഷം വൈകിട്ട് പൊന്നയ്യെ കാണിക്കാനും ഒക്കെ ആയിട്ട് അവൻ വലിയ സന്തോഷമായിട്ട് അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. പിന്നെ അമ്മ എന്താണേലും പ്രായം ഇതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, അപ്പോൾ അമ്മയും കൂടെ ആഘോഷിക്കണം. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷുവാഘോഷമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. എൻ്റെ അസുഖം ഒഴിച്ചാൽ അയ്യോ. ഇന്നലെ ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ചു, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നാളെ പോയി ഒരു ഓർത്തോയെ കാണണം. കുറേ ദിവസമായിട്ട് എനിക്കിങ്ങനെ കുറേ നാളുകളായി ഇങ്ങനെ കാലുവേദനയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് എൻ്റെ പിടിവിട്ട് പോയി. എനിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉള്ളൂ. എനിക്കൊന്ന് തയ്ച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ കൂടിയതായിരിക്കും. എന്താണേലും എന്നാലും കുഴപ്പമില്ലായിരുന്നു. അടിച്ചു പൊളിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷം പോകരുതല്ലോ. എന്നാലും അടിച്ചു പൊളിച്ചു, കുഴപ്പമില്ല. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.